ലീഗിന്റെ മന്ത്രിയല്ലേ, തദ്ദേശ വകുപ്പിന്റെ മന്ത്രി. ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഇത് വല്ലതും അവരെ ബാധിക്കുന്നുണ്ടോ? ലീഗ് നട്ടല് VD സതീശനെ പണയപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ആത്മാഭിമാനമുള്ള ഒരു മന്ത്രിക്ക് ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? 4.5 മാസമായിട്ട് ഒരു നടപടിയും ഒരു ഗവൺമെന്റ് സ്വീകരിക്കാതിരിക്കുകയാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളിലെ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി അടിയന്തരമായി സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സപ്ലിമെന്ററി റിപ്പോർട്ട് കൊടുത്തിട്ട് അതൊന്ന് അസംബ്ലിയിൽ വെക്കാൻ പോലും തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു സർക്കാരാണത്? എന്തൊരു സർക്കാരാണ്? സോഫ്റ്റ്വെയറിൽ വേണ്ട ക്രമീകരണം പോലും ഇതുവരെ നടത്തിയിട്ടില്ല, അതിന് വാലിഡേഷൻ നടത്തിയിട്ടില്ല. എന്താണ് ഇവരുടെ മുൻഗണന? മുൻഗണന എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ബക്കാഡിയുടെ ഫയൽ 3 ദിവസം കൊണ്ട് പൊങ്ങിയല്ലോ. 3 ദിവസം കൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി അംഗീകാരം കൊടുത്തു, ബജറ്റിൽ വെച്ച് പ്രഖ്യാപിച്ചല്ലോ മദ്യ കമ്പനിക്ക് നികുതി ഇളവ് കൊടുക്കാനുള്ളത്. അപ്പൊ മുൻഗണന അതാണ്. പ്ലീഡർ നിയമനം, RSSകാരെ മുഴുവൻ പ്ലീഡർമാരായിട്ട് നിയമിക്കാൻ ചടുലമായിട്ട് ഫയൽ നീങ്ങിയല്ലോ. അപ്പൊ അതൊക്കെയാണ് മുൻഗണന. കേരളത്തിൽ അംഗൻവാടി കുട്ടികളുടെ പോഷകാഹാര വിതരണം മുടക്കിയ, ആശുപത്രികളിലെ ഡോക്ടർ ഫാർമസിസ്റ്റുകൾക്ക് ശമ്പളം കൊടുക്കാൻ നിർവാഹമില്ലാതെ ഈവനിംഗ് ഒപ്പികൾ മുടക്കിയ, ബഡ് സ്കൂളിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കിയ, ഈ പ്രതിസന്ധി സൃഷ്ടിച്ചത് UDF ഗവൺമെന്റ്. പ്രധാനമായിട്ട് മുഖ്യ ഉത്തരവാദിത്വം ധനകാര്യമന്ത്രിക്കും, രണ്ടാമത്തെ ഉത്തരവാദിത്വം തദ്ദേശ വകുപ്പ് മന്ത്രിക്കാണ്. തദ്ദേശ വകുപ്പ് മന്ത്രി, അതിന് നേതൃത്വം കൊടുക്കുന്ന ലീഗ്, അവർ വാ തുറന്ന് ആവശ്യപ്പെടണ്ടേ? മാസം 4.5 കഴിഞ്ഞിരിക്കുന്നു, എന്താണ് ഈ ഫണ്ട് അനുവദിക്കാത്തത് എന്ന് വാ തുറന്നൊന്ന് ആവശ്യപ്പെടണ്ടേ? അതിന് പോലും നട്ടലില്ലാതായോ? ലീഗിനെ ലോകകപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ സ്പെയിൻ മെസ്സിയെ പൂട്ടിയതുപോലെ പൂട്ടിയിട്ടിരിക്കുകയാണ്. സ്വന്തം വകുപ്പിന്റെ കാര്യത്തിൽ ഇത്ര ഗുരുതരമായിട്ടുള്ള അവഗണന മുഖ്യമന്ത്രി കാണിച്ചിട്ട് ഒരക്ഷരം മിണ്ടാനോ ഈ ഫണ്ടൊന്ന് വാങ്ങിക്കൊടുക്കാനോ ഇവർക്ക് കഴിയുന്നുണ്ടോ? ഈ ഫണ്ട് വാങ്ങിക്കൊടുക്കേണ്ടത് തദ്ദേശ വകുപ്പല്ലേ? അതിനാവശ്യമായ ഇടപെടൽ നടത്തണ്ടേ, സമ്മർദ്ദം ചെലുത്തണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അവർക്ക് വേണ്ടി കൂടിയാണ് സംസാരിക്കുന്നത്. എനിക്കറിയില്ല, ഇനിയിപ്പോ തദ്ദേശ മന്ത്രി, വൈദ്യുത മന്ത്രി പറഞ്ഞതുപോലെ മഴ പെയ്യാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞതുപോലെ ഫണ്ട് കിട്ടാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. VD സതീശന്റെ മുമ്പിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയോ യാചിക്കുകയോ ചെയ്യാനെങ്കിലും ലീഗിന്റെ തദ്ദേശ മന്ത്രി തയ്യാറാവുമോ? അതോ ഇനി കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരോടെല്ലാം പോയിട്ട് പ്രാർത്ഥിക്കാൻ പറയുമോ? എന്തൊരു അനാസ്ഥയാണിതെന്ന് ആലോചിച്ച് നോക്കൂ. സാമ്പത്തിക വർഷത്തിന്റെ പകുതിയായിട്ടും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നില്ല. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമാണ് പ്ലാനിംഗ് ബോർഡിനെ തിങ്ക് ടാങ്ക് ആക്കാൻ തീരുമാനിച്ചതും. അതും അധികാര വികേന്ദ്രീകരണത്തെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഞാനിപ്പോൾ എല്ലാം പറയുന്നില്ല. ഫണ്ടിന്റെ പ്രശ്നം അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. തദ്ദേശ സ്ഥാപനങ്ങളെ നിശ്ചലമാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രാദേശികമായ വികസനത്തെ, ക്ഷേമ പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ട് അട്ടിമറിച്ചിരിക്കുകയാണ്.